ചെറുകഥ. രക്ഷകൻ. അന്ന് ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ സുമ വളരെ പരവശയായിരുന്നു. ട്രെയിൻ പോയി കാണുമോ ആവോ. രാവിലെ മകന് സുഖമില്ലാതിരുന്നതിനാൽ അവൻ വളരെ നിർബന്ധം പിടിച്ചു കരഞ്ഞു. 2 വയസ്സുള്ള കുഞ്ഞിനെ ജോലിക്കാരിയെ ഏൽപ്പിച്ചാണ് ബാങ്കിൽ ഉദ്യോഗസ്ഥയായി സുമ ജോലിക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരമുള്ളതിനാൽ ട്രെയിൻ തന്നെ ആശ്രയം. ഭർത്താവ് വിദേശത്തായതിനാൽ സഹായത്തിന് ആരുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ആ സഹായവും ഇല്ല. രാവിലെ വീട്ടുജോലികളും തീർത്ത് മോൻ ആഹാരവും കൊടുത്ത് ഇറങ്ങി ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരിക്കും. ഓടിക്കയറി സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിയുമ്പോഴാണ് സമാധാനമാകുന്നത്. അന്നൊരു ദിവസം മോന് സുഖമില്ലാതിരുന്നതിനാൽ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ അല്പം താമസിച്ചു പോയി. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ട്രെയിൻ സാവധാനം നീങ്ങി തുടങ്ങിയിരുന്നു. സ്പീഡായില്ലല്ലോ എന്നോർത്ത് സുമ ഒരു കമ്പാർട്ട്മെന്റിന്റെ വാതിലിലുള്ള കമ്പിയിൽ കയറിപ്പിടിച്ചു. കയറാനും വയ്യ, ഇറങ്ങാനും വയ്യ എന്ന സ്ഥിതി. ആനയുടെ ബലം ട്രെയിനിന്. സാവധാനം ട്രെയിൻ സ്പീഡ് കൂട്ടി വരികയാണ്. സുമ ഭയന്നു പോയി. ഈ റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരിക്കാനാണോ തന്റെ വിധി? പിടിവിട്ടാൽ വീഴുമെന്നുറപ്പാണ്. ഉത്കണ്ഠയോടെ ആളുകളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഴ്ചയോ മരണമോ കാണേണ്ടി വരുമല്ലോ എന്ന്. ഒരു നിമിഷം സുമ ദൈവത്തെ വിളിച്ചു. ദൈവമേ, ഞാൻ മരിച്ചാൽ എൻ്റെ മോൻ ആരുണ്ട്? അഥവാ മരിച്ചില്ലെങ്കിൽ തന്നെ ട്രെയിനിൽ നിന്ന് വീണാൽ കാലുകളോ കൈകളോ നഷ്ടപ്പെട്ട് വികലാംഗയായി ജീവിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു മിന്നൽ പിണർ പോലെ സുമയുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പാപം, ആരെയും ദ്രോഹിക്കാത്ത തന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സുമയ്ക്ക് ഈ വിധിയോ? ട്രെയിനിൽ സുമയെ പരിചയമുള്ളവർ ചിന്തിച്ചു. ദൈവമേ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയുമായി ട്രെയിനിന്റെ ഫുട്ബോർഡിൽ തൂങ്ങിക്കിടന്ന സുമയെ അകത്തുനിന്നും 2 കൈകൾ കോരിയെടുത്ത് അകത്തേക്ക് തള്ളിയപ്പോഴാണ് എല്ലാവരുടെയും ശ്വാസം നേരെ വീണത്. അവിടെ നിന്ന് സുമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ദമ്പതികൾ അല്പം ഒതുങ്ങിയിരുന്ന സീറ്റ് കൊടുത്ത് ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് തന്നെ രക്ഷിച്ച ആൾ ആരാണെന്നും ചുറ്റും നോക്കിയത്. ഇലിഞ്ഞുണങ്ങിയ മധ്യവയസ്കൻ ഒരാൾ പറഞ്ഞു, മോളെ, ഞാനാണ് നിന്നെ രക്ഷിച്ചത്. സുമ ആ നല്ല മനുഷ്യനെ നന്ദിയോടെ കണ്ണീരോടെ തൊഴുതു. പേര് ചോദിച്ചപ്പോൾ പറയാതെ അല്ലാഹു രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് നടന്നകന്നു. അടുത്തൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹമെന്ന് ഒരാൾ പറഞ്ഞു. എന്തായാലും ദൈവദൂതനെ പോലെ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്ന് നോക്കാതെ തന്നെ രക്ഷിച്ച ആ മനുഷ്യന്റെ പേര് പോലും അറിയാത്തതിൽ കുണ്ഠിതം തോന്നി സുമയ്ക്ക്. ബാങ്കിൽ ചെന്നപ്പോഴേക്കും തന്നേക്കാൾ മുമ്പേ വാർത്തകൾ അവിടെ എത്തിയിരുന്നു. വിവരം ആരോ ഹെഡ് ഓഫീസിലും അറിയിച്ചിരുന്നു. അന്ന് ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് മാനേജർ പറഞ്ഞു. ഉച്ചയ്ക്കത്തെ ട്രെയിനിൽ വീട്ടിലെത്തി. ശ്രീകുട്ടനെ വാരിപ്പുണർന്നു. മോനെ, നിന്റെ അമ്മയുടെ 2ാം ജന്മമാണിത്. 2 വയസ്സുകാരൻ അമ്മയുടെ മുഖത്ത് നോക്കി ഹൃദ്യമായി പൊട്ടിച്ചിരിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ. അവന്റെ പനിയൊക്കെ കുറഞ്ഞിരുന്നു. അടുത്ത ദിവസം താൻ ലീവാണെന്ന് ഓഫീസിൽ അറിയിച്ചു. ലീവ് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ മാനേജർ വിളിക്കുന്നു എന്ന് അറിഞ്ഞു. ചെന്നപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ വെച്ച് നീട്ടി. രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. സുമയെ വീടിനടുത്തുള്ള ബാങ്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അതിൽ. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. പുതിയ ബ്രാഞ്ച് ഓഫീസിൽ ജോലിക്ക് ഹാജരായപ്പോൾ ജീവനക്കാരൊക്കെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. സെക്ഷനിൽ വന്നിരുന്ന് സുമ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തന്നെ രക്ഷിച്ചതും സ്ഥലമാറ്റം തന്നതുമൊക്കെ ദൈവമയച്ച ദൂതന്മാരായിരിക്കും എന്ന ചിന്തയോടെ. ജീവിതം ഇങ്ങനെയാണ്, കുന്നും കുഴിയും നിറഞ്ഞത്. ഏത് പരീക്ഷണത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് ഈശ്വരൻ വഴികാട്ടിയാകും.